മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഇപ്പോൾ പുറത്തുനിന്നുള്ള ആരും അങ്ങനെ ഒരു പ്രചാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലയിലേക്ക് മാറിയില്ലെങ്കിൽ പോലും അതിനുള്ള സാഹചര്യം അവരായി തന്നെ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനത. ഇവിടെ ഇപ്പോൾ ഫാത്തിമ തൈലയുടെ കാര്യത്തിൽ ഫാത്തിമ തൈലയ്ക്ക് വേണ്ടി പേരാമ്പ്രയിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു കൺവെൻഷൻ നടത്തുന്നു എന്നുള്ള വാർത്ത അല്പം മുമ്പാണ് വന്നത്. അപ്പോൾ സ്വാഭാവികമായും ജമാഅത്തെ ഇസ്ലാമി പോലെ മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകൾ പരസ്യമായി പിന്തുണയുമായി രംഗത്ത് വരുമ്പോൾ പ്രശ്നമാണ്. ആര് പറഞ്ഞു? എന്നാര് പറഞ്ഞു? CPM പറഞ്ഞത് CPM-നോട് ചോദിക്കണം. ഇവര് മതരാഷ്ട്രവാദികളാണ്, ഇവര് CA നുഴഞ്ഞുകയവരാണ്, മഹാ കൊള്ളരുതാത്തവരാണെന്ന് പറഞ്ഞ ഏകബാല പറഞ്ഞറിയോ? STPയുടെ വോട്ട് എന്താണ് അവർ നന്നാക്കാൻ വേണ്ടി. ഞാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം ചോദിക്കുമ്പോൾ ഹാഷ്മി എന്നോട് തിരിച്ചപ്പോൾ STP അങ്ങനെ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. CPM നിലപാട് സ്വാഭാവികമായിട്ട് അവരോടാണ് ചോദിക്കേണ്ടത്. അല്ലെങ്കിൽ CPM നേതാക്കൾ തരാതര വർഗീയപ്പെടും നമ്മൾ പറയുകയാണല്ലോ. അപ്പൊ അതിന് ഏറ്റവും നല്ല ഉദാഹരണം കൂടിയാണ് STP ആണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിൽ അപ്പൊ ജമാഅത്തിലേക്ക് നോക്കുമ്പോഴേക്കും അപ്പൊ ജമാഅത്തിലേക്ക് നോക്കും അവർ വർഗീയമാണ്. STP വോട്ട് നല്ല പഞ്ചസാര പാലുമുട്ടായ വോട്ട്. ഞാൻ പറഞ്ഞ UDF ആണെങ്കിലും ഈ തരാതര പീഡന അക്രമമാണ്. അത്രേ ഉള്ളൂ. LDF UDF അത്രേ ഉള്ളൂ. അത് പറഞ്ഞാൽ മതി. LDF തരാതര പീഡനം ആർക്കും മാറ്റില്ല. ശക്തമായ പ്രതിഷേധം അറിയിക്കേണ്ടതുണ്ട്. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറയുമ്പോൾ അപ്പോൾ STPയോ എന്ന് മറിച്ച് ചോദിക്കേണ്ട ഒരു സാഹചര്യം തന്നെ ഇവിടെ ഉണ്ടാകുന്നില്ല. ഞാൻ CPM-ന്റെ കാര്യം പറയുന്നത് CPM-നോടല്ലേ ചോദിക്കേണ്ടത്. CPM കാണിക്കുന്ന തരാതര പീഡനമാണ്. ജമാഅത്തിന്റെ വോട്ട് പണ്ട് വാങ്ങുമ്പോൾ നല്ല വോട്ട്, അത് പിരിഞ്ഞു പോകുമ്പോൾ അക്രമ വോട്ട്. STP ജമാഅത്ത് ഓഹോ. STP എന്നാൽ ഇവിടെ അധ്യാപകന്റെ കൈവെട്ടി കേസിലെ പ്രതിയാ, അഭിമന്യുവിനെ കൊന്ന കേസിലെ പ്രതികളാ. അഭിമന്യുവിനെ കൊന്ന കേസിലെ പ്രതികളാ. ചോദ്യം ചോദിക്കും. അല്ലല്ല, ഇത്രയേ ഉള്ളൂ. ഇതിൽ LDF എന്നോ UDF എന്നോ വ്യത്യാസമില്ല. LDF-ഉം UDF-ഉം തരാതരം പോലെ വർഗീയത ഉപയോഗിക്കാറുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങാറുണ്ട്, വോട്ട് വാങ്ങിയിട്ടുണ്ട് LDF. UDF ഇപ്പോൾ അവരുടെ പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ട്. SDPI ഇപ്പോൾ അവർ ചില നിയമത്തൊക്കെ പരസ്യമായി പിന്തുണ LDF-ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു മണ്ഡലങ്ങളിലും ഏറെക്കുറെ LDF-നൊപ്പം പോകും എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. നേരത്തെ SDPIയുടെ വോട്ടുകൾ UDF-ന് ലഭിച്ചിട്ടുമുണ്ട്. അത് ആ നിലയിൽ തന്നെ PDP തന്നെ രണ്ടു പക്ഷത്ത് UDF-നും വോട്ട് ചെയ്തിട്ടുണ്ട്, LDF-നും വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വർഗീയത ഇവരെല്ലാം തരാതരം പോലെ അധികാരത്തിലേക്കുള്ള ചവിട്ടുപടിയായി